നമുക്ക് കുറച്ച് കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളതിനെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് മുളകിട്ട് വയ്ക്കുന്നില്ല. ഇന്ന് കുരുമുളകിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉലുവ, പിന്നെ നമ്മുടെ കുരുമുളകാണ്, ഉള്ളി, പുളി, ഉപ്പ്, മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇതിൽ മുളക് ചേർക്കത്തില്ല. ഇതിനെ നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരപ്പിലോട്ട് പോകാം. ഹായ് ഗൈസ്, നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ, ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി മതി, പുളി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്, കുരുമുളകാണ്, ഉലുവപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ചട്ടിയിലോട്ട് മീനാക്കിയിട്ടുണ്ട്. നമ്മളിപ്പം അരച്ചെടുത്ത കൂട്ട് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിക്കണം. ഇനി ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് അതാണ്. എണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് മിക്ക മീനുകൾക്കും ഇതേ കൂട്ടിട്ട് നമുക്ക് ചെയ്യാം. ചാള മീനായിരുന്നാലും ചൂരയായിരുന്നാലും അയല, ഇങ്ങനത്തെ എല്ലാ മീനെയൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് മരിച്ചിനിയുടെ കൂടെയും, ഞങ്ങളുടെ മരിച്ചിനി എന്ന് പറയുന്ന കപ്പയുടെ കൂടെയും ഒക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കണം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം.